വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾ നിരാകരിച്ച് പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതിനു പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ശക്തമായി പിടിമുറുക്കുന്നു. കെപിസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും ഇനി സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടിയേക്കില്ല. പാർട്ടി അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ AI ഗ്രൂപ്പുകൾ ഇനി എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാണ്. നിയമസഭാ കക്ഷിയിലും പാർട്ടിയിലും ശക്തമായ അഴിച്ചുപണി ഹൈക്കമാൻഡ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടതാണ്. ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ തീരുമാനം നീണ്ടുപോയെന്ന് മാത്രം. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതിന് സമാനമായി KPCC പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതിലും ശക്തമായ ഇടപെടലുണ്ടാകും. നിയമസഭാ കക്ഷി നേതൃത്വവും പാർട്ടി അധ്യക്ഷ പദവിയും പങ്കിട്ടെടുക്കുക ലക്ഷ്യമിട്ടാണ് AI ഗ്രൂപ്പുകൾ നീങ്ങിയിരുന്നത്. ഹൈക്കമാൻഡിന്റെ അസാധാരണ ഇടപെടലുണ്ടായതോടെ ഇത്തരം നീക്കത്തിന് ഇനി പ്രസക്തിയില്ല. പാർട്ടി അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ഗ്രൂപ്പ് നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പ്രസക്തി ഉണ്ടാവില്ലെന്ന് ചുരുക്കം. ഇതോടെ K. സുധാകരന്റെ സാധ്യത വർദ്ധിച്ചു എന്നാണ് ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. KPCC പുനഃസംഘടനാ ചർച്ചകൾക്കായി അടുത്തയാഴ്ച ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിലെത്തുന്നുണ്ട്. ഇതിനിടെ VD സതീശനുമായി യോജിച്ചു പോകണമെന്ന നിർദ്ദേശം സോണിയാഗാന്ധി സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെത്തിയ നിയുക്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തിയേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ലതിക സുഭാഷ് NCPയിലേക്ക് എന്ന സൂചന. ഈ വാർത്തയോട് പ്രതികരിക്കാൻ ലതിക സുഭാഷിനെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീമതി ലതിക സുഭാഷ്, എന്തായാലും താങ്കൾ NCPയിലേക്ക് പോകുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എങ്ങനെയാണ്, സ്ഥിരീകരിക്കുകയാണോ? ഞാൻ വളരെ ഗൗരവമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു വരികയാണ്. തീർച്ചയായിട്ടും വൈകാതെ എന്റെ തീരുമാനം എന്തെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കും. NCP നേതാക്കളുമെല്ലാമായി കൂടിക്കാഴ്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ടല്ലേ? PC ചാക്കോ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവാണ്. വളരെ ചെറിയ പ്രായം മുതൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ എനിക്കറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആത്മബന്ധമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ വൈകാതെ തീരുമാനമെടുക്കും. എന്തായാലും ഉടനടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുമല്ലേ? 2-3 ദിവസത്തിനുള്ളിൽ NCPയിലേക്ക് എന്ന കാര്യത്തിൽ ഒരു ധാരണയാകുമല്ലേ? വൈകാതെ എന്റെ തീരുമാനം മാധ്യമ പ്രവർത്തകരിലൂടെ തന്നെയുള്ളൂ, ജനങ്ങളെ അറിയിക്കുള്ളൂ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. താങ്കൾക്ക് സീറ്റ് ഉണ്ടായതിന് അത് കഴിഞ്ഞ് താങ്കൾ സ്വതന്ത്രയായി ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ NCPയിലേക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട കാരണങ്ങൾ തന്നെയാണോ ഇങ്ങനെ NCPയിലേക്ക് പോകാൻ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിന് പിന്നിൽ? എനിക്ക് സീറ്റ് ഉണ്ടായില്ല, അതുകൊണ്ടല്ല അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. മുൻകൂട്ടി നേതാക്കളെ അറിയിച്ച് മഹിളാ കോൺഗ്രസിനോട് കാണിച്ച വനിതകളോട്, കോൺഗ്രസിലെ വനിതകളോട് കാണിച്ച അവഗണനയ്ക്കെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു. എന്തായാലും ഇത്രയും കാലം പൊതുരംഗത്ത് നിന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വീണ്ടും ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. വൈകാതെ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെയധികം നന്ദി ലതിക സുഭാഷ്, താങ്കളുടെ പ്രതികരണത്തിന്. മുഹമ്മദ് ഷഹീദ് ഈ വാർത്തയായി, ശ്രീജിത്ത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, എന്തായാലും ലതിക സുഭാഷ് തന്നെ ആ കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. NCP നേതാക്കളുമായി ചർച്ച നടത്തി വളരെ വൈകാതെ തന്നെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത്? രഞ്ജിനി, തീർച്ചയായും ഇക്കാര്യത്തിൽ ലതിക സുഭാഷിന്റെ ഒരു NCP പ്രവേശനം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ലതിക സുഭാഷിനെ സംബന്ധിച്ച് സാധിക്കുന്ന കാര്യമല്ല. മറ്റ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിച്ചിരുന്നെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകുക, അതല്ലാതെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോക്ക് ഒട്ടും എളുപ്പമല്ല എന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. കാരണം ഏറ്റുമാനൂരിലടക്കം വലിയൊരു മുന്നേറ്റം അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്രത്തോളം അവർ പ്രതീക്ഷിച്ച വിജയം എന്നൊക്കെ പറയുമ്പോഴും അത്രത്തോളം എത്താതിരുന്നത്, ഒരു മുന്നണിയുടെ ഭാഗമാകാതിരുന്നത് കൊണ്ടാണ് എന്ന വിലയിരുത്തലും പരാജയത്തിന് ശേഷം അവർക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിൽ നിന്ന് തന്നെ സമീപകാലത്ത് NCPയിലെത്തുകയും അതിന്റെ സംസ്ഥാന അധ്യക്ഷനാകുകയും ചെയ്ത PC ചാക്കോയിൽ വഴിയാണ് ലതിക സുഭാഷിന്റെ NCP പ്രവേശനം. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുകയും ചെയ്തു. സ്വാഭാവികമായും NCPയിലേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ, അതൃപ്തരായ നേതാക്കളെ എത്തിക്കുകയാണ് ചാക്കോയുടെ NCP പ്രവേശനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. മാത്രമല്ല, ലതിക സുഭാഷ് ഫലത്തിൽ ഇടതുമുന്നണി ക്യാമ്പിലേക്കാണ് പോകുന്നത് എന്നുള്ളതും, അതായത് രാഷ്ട്രീയമായും മാറുന്നു എന്നുള്ളതും അവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക എന്നത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. രഞ്ജിനി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായും നാളെ ചുഴലിക്കാറ്റായും മാറിയേക്കും. ടി ജി സജിത്താണ് ചേർന്ന. സജിത്ത്, എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടോ? തലസ്ഥാന ജില്ലകളിലൊക്കെ കനത്ത മഴയാണല്ലോ ഇപ്പോഴും തുടരുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെ യാസ് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് പ്രവചനം. അതിൻ്റെ പ്രഭവ കേന്ദ്രം കേരളത്തിലില്ല, അതിൻ്റെ സഞ്ചാരപാതയിലില്ലെങ്കിലും കേരളത്തിൽ ശക്തമായ മഴ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും ആ മഴ തുടരും. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രേഖപ്പെടുത്താൻ ഇടയുണ്ട്. പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ ഇതിൻ്റെ പ്രഭാവം ആ തരത്തിൽ മഴയുണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയുണ്ടാക്കുമെന്ന് ഇന്നലെ രാത്രി തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിട്ടില്ല. കാരണം ഈ ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാതയിൽ കേരളം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കുണ്ടായിട്ടില്ല. പക്ഷേ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. മലയോര മേഖലകളിലടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേക ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഒറ്റപ്പെട്ട മഴ അനുഭവപ്പെടുന്നുണ്ട്. നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ചയാണ് ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുന്നത്. ഒറീസ തീരത്താണ് കരയിൽ പ്രവേശിക്കുന്നത്. കേരളം സഞ്ചാരപാതയില്ല എങ്കിലും മഴ ശക്തമായി തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തവണ മൺസൂൺ നേരത്തെ എത്താനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ശരി സജിത്ത്. മുംബൈയിൽ ONGC ബാർജ് മുങ്ങിയുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ കൂടി മരിച്ചു. പാലക്കാട് തോലന്നൂർ സ്വദേശി സുരേഷ് കൃഷ്ണൻ, കണ്ണൂർ സ്വദേശി സനീഷ് എന്നിവരാണ് മരണമാണ് സ്ഥിരീകരിച്ചത്. ബാർജിലെ മാത്യൂസ് അസോസിയേറ്റ് കോൺട്രാക്ട് കമ്പനിയിലെ പ്രൊജക്ട് മാനേജറായിരുന്ന സുരേഷ് കൃഷ്ണൻ 22 വർഷമായി ഈ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്കാരം ഇന്ന് മുംബൈയിൽ നടക്കും. സനീഷിനെ ഈ മാസം 15-നാണ് കാണാതായത്. ഇതോടെ ബാർജ് അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം 7 ആയി. 67 പേരാണ് അപകടത്തിൽ മരിച്ചത്. 6 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. രാജ്യത്ത് ആശങ്കയുയർത്തി ബ്ലാക്ക് ഫംഗസ് രോഗബാധയും മരണവും വർദ്ധിക്കുന്നു. 8848 പേർക്കാണ് ഇതുവരെ ഫംഗസ് ബാധ സ്ഥിരീകരിച്ചത്. മരണം 250 ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചത്. ഇവിടെ 2281 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ 2000 പേർക്കും ബ്ലാക്ക് ഫംഗസ് ബാധിച്ചു. കേരളത്തിൽ ഇതുവരെ 36 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ 7000 കടന്നു. 176 മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. 28,514 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63%. 45,400 പേർക്ക് കൂടി രോഗം ഭേദമായി. മലപ്പുറം ജില്ലയിൽ പാൽ, പത്രം, പെട്രോൾ പമ്പ് എന്നിവയ്ക്കും അടിയന്തര മെഡിക്കൽ സേവനങ്ങൾക്കും മാത്രം ഇന്ന് അനുമതി. ഹോട്ടലുകൾക്ക് ഹോം ഡെലിവറി നടത്താം. മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല. ട്രിപ്പിൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയാണ് നടപടി. 29.94% ശനിയാഴ്ച മലപ്പുറം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ദിവസങ്ങളായി സംസ്ഥാന ശരാശരിക്ക് മുകളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. അനാവശ്യ യാത്രകൾ കർശനമായി തടയും. കാരണമില്ലാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ച് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തും. ADGP, IG തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും നമ്മൾക്ക് ഈ രോഗവ്യാപനം പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ സംസ്ഥാന ശരാശരിയുടെ ഒപ്പമെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടെ എങ്കിലും നമ്മൾ ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ. എല്ലാ ഡിസ്ട്രിക്ട് ബോർഡേഴ്സിലും മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ പാസ് ഉള്ളവരെ മാത്രമേ വിടൂ. ബാക്കി ഒരു കാരണവശാലും എന്ത് റെക്കമെൻഡേഷൻ വന്നാലും ഒരാളെയും വിടില്ല. കുറച്ച് അനാവശ്യമായ വാഹനങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ വാഹനങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് FIR ഇടാനായിട്ടാണ് ഞാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ക്വാറന്റൈൻ വയലേഷന് ശക്തമായ നടപടികൾ ഉണ്ടാവും. ജില്ലയിൽ പ്രതിദിന കോവിഡ് പരിശോധന വർദ്ധിപ്പിക്കും. 25,000 പേർക്ക് പരിശോധന നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. കോവിഡ് രോഗികളുമായി സമ്പർക്കത്തിലുള്ളവർക്കും രോഗലക്ഷണങ്ങളുള്ളവർക്കും നിലവിലുള്ള പരിശോധനകൾ തുടരും. ഇതിനു പുറമെ ഓരോ ഗ്രാമപഞ്ചായത്തിലും ചുരുങ്ങിയത് 200-ഉം നഗരസഭകളിൽ 500 ടെസ്റ്റുകൾ വീതം നടത്താനാണ് തീരുമാനം. ന്യൂസ് 18 മലപ്പുറം.
CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ രാവിലെ ഉന്നതതല യോഗം ചേരും. വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ അടക്കം യോഗത്തിൽ പങ്കെടുക്കും. +2 പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിലാണ് യോഗം. രാവിലെ 11:30 ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കും. ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 17 പൈസയും ഡീസലിന് 28 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 95 രൂപ 19 പൈസയും ഡീസലിന് 90 രൂപ 36 പൈസയുമായി. കൊച്ചിയിൽ പെട്രോളിന് 93 രൂപ 46 പൈസയും ഡീസലിന് 98 രൂപ 74 പൈസയുമാണ് പുതുക്കിയ വില. 15ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം. MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളുമാണ്. 28-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 4-നാണ് പുതിയ സംസ്ഥാന ബജറ്റ്. MLA-മാരുടെ സത്യപ്രതിജ്ഞയോടെയാണ് 15ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുക. പ്രോടൈം സ്പീക്കർ PTA റഹീമിന് മുന്നിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ. കോവിഡ് ബാധിതരായ U പ്രതിഭ, K ബാബു, M വിൻസെന്റ് എന്നിവർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തില്ല. സന്ദർശകർക്ക് ഗാലറിയിൽ വിലക്കുണ്ട്. ബന്ധുക്കളെത്തിയാൽ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വീഡിയോ വാളിലൂടെ സത്യപ്രതിജ്ഞ കാണാം. 25-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. MP രാജേഷിനെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF തീരുമാനം ഉടനുണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 12 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. 28-നാണ് നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 4-ന് KN ബാലഗോപാൽ 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കും. 14 വരെ സഭ ചേരാനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ഓട്ടോൺ അക്കൗണ്ടും 4 മാസത്തെ ധനവിനിയോഗ ബില്ലും പാസാക്കി 11-ന് സഭ പിരിഞ്ഞേക്കും. ഭരണ തുടർച്ചയോടെ മികച്ച ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തുമ്പോൾ ഭരണപക്ഷത്തിന്റെ ആത്മവിശ്വാസം വളരെ വലുതാണ്. ആളെണ്ണം കുറവാണെങ്കിലും പ്രതിപക്ഷ നിരയിൽ സർക്കാരിനെ നേരിടാൻ പ്രഗത്ഭരും കരുത്തന്മാരും ഏറെയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. പകരം കിടപ്പാടമില്ലാതെ സഹകരണ ബാങ്കുകൾ ജപ്തി നടത്തില്ല എന്ന മന്ത്രി VN വാസവൻ. ഇതിനായി നിയമം പരിഷ്കരിക്കും. സഹകരണ ബാങ്കുകളിൽ NRI നിക്ഷേപം കൊണ്ടുവരാൻ നടപടിയുണ്ടാകുമെന്നും വാസവൻ വ്യക്തമാക്കി. സഹകരണ മേഖലയിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനാണ് പുതിയ സഹകരണ മന്ത്രിയായി ചുമതലയേറ്റ VN വാസവന്റെ ശ്രമം. ലോൺ എടുത്ത് ജപ്തിയുടെ മുന്നിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് ആശ്വാസമേകുന്നതാണ് ഇതിൽ പ്രധാനം. ജപ്തി ചെയ്ത് ആരെയും വഴിയിലേക്ക് ഇറക്കിവിടില്ല. ഇതിനായി നിയമപരിഷ്കാരം ആലോചനയിലാണ്. സർഫാസി ആക്ട് പ്രയോഗിച്ച് ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് തെരുവാധാരമാക്കാതെ അവർക്കൊരു കിടപ്പാടം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം എത്ര നടപടി സ്വീകരിക്കാവൂ എന്ന നിർദ്ദേശം പ്രായോഗികമാക്കാൻ നിയമങ്ങൾക്ക് രൂപവും ഭാവവും കൊടുക്കും എന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അത് ഭാവിയിൽ ആലോചിക്കുന്ന കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ബാങ്കറായി സഹകരണ മേഖലയെ മാറ്റുകയാണ് ലക്ഷ്യം. നിക്ഷേപം വൻതോതിൽ ആകർഷിക്കണം. NRI നിക്ഷേപം കൊണ്ടുവരാനും ശ്രമം നടക്കുന്നു. നിക്ഷേപ സമാഹരണ യജ്ഞം സഹായകരമാണ് എന്നാണ് അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനം നല്ല കരുത്താർജിച്ച് നിലനിൽക്കുന്ന സന്ദർഭമാണ്. അത് കൂടുതൽ കരുത്തുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് സഹകരണ മേഖല എടുക്കുമ്പോൾ ഈ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളും സംസ്ഥാന സഹകരണ മേഖല കേരള ബാങ്ക് മാത്രമല്ല നമ്മൾ കാണേണ്ടത്. വേറെ നിരവധി മേഖലകളുണ്ട് സഹകരണവുമായി ബന്ധപ്പെട്ട്. പരമാവധി വായ്പ നൽകി കേരള ബാങ്ക് വിപുലീകരിക്കും. കൃഷിക്കാർക്ക് പുതിയ വായ്പാ പദ്ധതികളും പരിഗണനയിലുണ്ടെന്ന് VN വാസവൻ പറഞ്ഞു. കോട്ടയം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് മന്ത്രി ആശയങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് 18 കോട്ടയം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക്. സംസ്ഥാന സംഘടനാ സെക്രട്ടറി M ഗണേഷ്, സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവർ ഇന്ന് ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി M ഗണേഷ്, സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവർ ഇന്ന് തൃശൂരിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ട്രഷറർ സുജയ് സേനൻ, മേഖലാ സെക്രട്ടറി കാശിനാഥൻ എന്നിവരെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തുന്നത്. കേരളത്തിന് പുറത്തുനിന്നെത്തിച്ച പണമാണെന്ന പരാതിക്കാരനായ RSS പ്രവർത്തകൻ ധർമ്മരാജൻ മൊഴി നൽകിയിരുന്നു. കുഴൽപ്പണവുമായി എത്തിയ സംഘത്തിന് താമസിക്കാൻ തൃശൂരിലെ ലോഡ്ജിൽ സൗകര്യമൊരുക്കിക്കൊടുത്തത് BJP നേതാക്കളാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പണം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നും പോലീസ് സംശയിക്കുന്നു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും എവിടേക്കാണ് കൊണ്ടുവന്നതെന്ന് സംബന്ധിച്ചും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കും. ന്യൂസ് 18 തൃശൂർ.
BJP ജില്ലാ വനിതാ നേതാവിനെ വീട് കയറി കൊല്ലുമെന്ന മണ്ഡലം ജനറൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. ന്യൂനപക്ഷ മോർച്ച തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചി ഏണസ്റ്റാണ് ഓഡിയോ ക്ലിപ്പ് സഹിതം പോലീസിന് പരാതി നൽകിയത്. ഓഡിയോ വ്യാജമാണെന്നാണ് കഴക്കൂട്ടം മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലുജി നായരുടെ വാദം. ഹലോ, ഞാൻ തങ്കച്ചിയാണ്. ഇവിടെ ബീച്ച് ഏരിയയില് മുരളിച്ചേട്ടൻ വന്നെന്ന് പറയുന്നത് രാജേഷ് ചേട്ടൻ വിളിച്ചു പറഞ്ഞ് വന്നു. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മണ്ഡലം കമ്മിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരും പിന്നെ വി മുരളീധരനെ തലക്ക് വിളിച്ചുകൊണ്ട് നടക്കും. സംസാരിക്കണം, സൂക്ഷിച്ചായിരിക്കണം. ഇവിടെ ആരാ വിളിച്ചോണ്ട് മറ്റവന്റെ അടുത്തൊക്കെ പറയുന്ന രീതി എന്റെ അടുത്ത് പറഞ്ഞോണ്ടല്ലോ. വീട്ടിക്കറിയാൻ തീർച്ചയായും നീ ആരെ തീർക്കും? കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ തീരദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പള്ളിത്തുറയിൽ കേന്ദ്രമന്ത്രി സന്ദർശനത്തിനെത്തിയ കാര്യം പ്രദേശവാസിയും ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമായ തങ്കച്ചി ഏണസ്റ്റിനെ അറിയിച്ചില്ല. ഇക്കാര്യം അന്വേഷിച്ച് മണ്ഡലം ജനറൽ സെക്രട്ടറി ബാലുജി നായരെ ബന്ധപ്പെട്ടപ്പോഴാണ് തെറിയഭിഷേകവും ഭീഷണിയും ഉണ്ടായതെന്ന് തങ്കച്ചിയുടെ പരാതിയിൽ പറയുന്നു. സംസാരിക്കണം, സൂക്ഷിച്ചായിരിക്കണം. ഇവിടെ ആരാ വിളിച്ചോണ്ട് മറ്റവന്റെ അടുത്തൊക്കെ പറയുന്ന രീതി എന്റെ അടുത്ത് പറഞ്ഞോണ്ടല്ലോ. വീട്ടിക്കറിയാൻ തീർച്ചയായും നീ ആരെ തീർക്കും? ശോഭാ സുരേന്ദ്രന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് തങ്കച്ചി ഏണസ്റ്റ്. ശോഭ ചേച്ചി ജയിപ്പിക്കണമെന്ന് പറഞ്ഞാണ് പാർട്ടിയുടെ നിർദ്ദേശം. പക്ഷേ അതിനേക്കാളും ചേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ബാലു കുറച്ച് കൂട്ടരും ശ്രമിച്ചത്. അതിന് ഞങ്ങൾ ഇറങ്ങിയാലാണ് ഞങ്ങൾക്ക് ഇത്രയും ഭീഷണി ഉണ്ടായത്. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാതെ ഇരിക്കാൻ അവരെ ഇതിൽ ഞങ്ങളെ കിട്ടുന്നില്ല. അവർ മറ്റു കക്ഷിയുടെ നിന്ന് പൈസയും വാങ്ങി അവർ ഒത്തുകളിച്ചു. അപ്പോൾ ഇത് പാർട്ടിയുടെ അറിവോടെയല്ല, പാർട്ടി അറിയുന്നില്ല, പാർട്ടി ജയിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം. ആ സത്യം നമ്മളെ മനസ്സിലിരുന്ന് വരികയാണ്. ഇവർ ഇതുപോലെ കിടന്ന് ജാളിയടിക്കുന്നു. കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ നോട്ടീസുകൾ ബാലുവിന്റെ വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വിവാദമായിരുന്നു. തങ്കച്ചി ഏണസ്റ്റിന്റെ ഭർത്താവ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമാണ്. കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇവരെ ഈ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും കുറച്ച് പേര് 2-3 വ്യക്തികൾ ഇതുപോലെ ഞങ്ങൾക്ക് നിരന്തരം ഭീഷണിയുണ്ട്. നേരത്തെ ഇതിനു മുൻപും ഇതുപോലെ പുള്ളിയെ 2-3 പ്രാവശ്യം വണ്ടി ഇടിച്ച് കൊല്ലുവാൻ പരിശ്രമിച്ചു. ഒന്ന് കഴക്കൂട്ടം പാലത്തിന് താഴെ, 2 നമ്മുടെ JR പത്മകുമാർ, പുള്ളിയുടെ അമ്മ മരിച്ചു. പുള്ളി ആ മരണത്തിലേക്ക് പോയിട്ട് അവിടെ വെച്ച് തന്നെ. അപ്പോൾ ഇതുപോലെ നിരന്തരം ഇവരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ഭീഷണികൾ ഉണ്ടാകുന്നത്. ഇവരിൽ നിന്ന് തന്നെയാണ് ഈ ഭീഷണികൾ ഉണ്ടാകുന്നത്. കാരണം ഇത് പാർട്ടി അറിഞ്ഞിട്ടോ പാർട്ടിക്ക് ആ ഒരു പങ്കുമില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളിന്ന് പാർട്ടിക്ക് വേണ്ടി പോരാടുന്നവരാണ്. നമ്മളിവിടെ പാർട്ടിക്ക് വേണ്ടി, ഇവിടെ നിന്നല്ല ഈ പ്രദേശം മൊത്തവും പാർട്ടിക്ക് വേണ്ടി ശക്തമായിട്ട് പോരാടുന്നവരാണ്. അപ്പോൾ ഇവരെന്ത് കണ്ടാണ്? കാരണം ഇവിടെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം വളർച്ചയ്ക്കും വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ളവർ നിലകൊള്ളുന്നത്. ഇങ്ങനെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് മാറ്റില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി തകർച്ചയിലോട്ടാണ് പോകുന്നത്. ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സഹിതം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നം ഒത്തുതീർക്കാൻ ചില നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് ഇരുവരും വ്യക്തമാക്കി. അതേസമയം ഓഡിയോ വ്യാജമാണെന്നും പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ബാലുജി നായർ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ജില്ലയിലെ നീണ്ടകര ഒഴികെയുള്ള മത്സ്യബന്ധന ഹാർബറുകൾക്ക് കർശന നിയന്ത്രണങ്ങളോടെ താൽക്കാലിക പ്രവർത്തനത്തിന് അനുമതി നൽകി. ഇന്ന് അർദ്ധരാത്രി മുതലാണ് ഹാർബറുകൾക്കും അനുബന്ധമായ പല ഹാളുകൾക്കും കോവിഡ് മാനദണ്ഡം കർശനമായി പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. ചെല്ലാനത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാർ അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന നിയുക്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുലിമുട്ട് സ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും ചെല്ലാനം സന്ദർശിച്ച ശേഷം സതീശൻ ആവശ്യപ്പെട്ടു. വിഷമിക്കേണ്ട, നമുക്ക് അതിനകത്ത് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്കത് പരിഹാരം ഉണ്ടാക്കാം. കേട്ടോ, ഉറപ്പായിട്ട് പരിഹാരം ഉണ്ടാക്കും കേട്ടോ. ധൈര്യമായിട്ടിരുന്നുള്ളൂ കേട്ടോ, കരയണ്ട. പ്രതിപക്ഷ നേതാവായുള്ള സ്ഥാനലബ്ധിക്ക് ശേഷം ജനകീയ വിഷയത്തിലുള്ള ആദ്യ ഇടപെടലായിരുന്നു VD സതീശന്റെ ചെല്ലാനത്തെ സന്ദർശനം. ചെല്ലാനം നിവാസികൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടൽക്ഷോഭത്തിന് പുലിമുട്ടും കടൽഭിത്തിയുമാണ് പരിഹാരമാർഗം. ഇത് നിർമ്മിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. തീരപ്രദേശത്തെ ഈ ഗുരുതരമായ പ്രശ്നം അത് ചെല്ലാനത്തെ ഇവിടുത്തെ ഈ പ്രദേശത്തെ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കും. അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നത് വരെ
അതിന്റെ ഫോളോ അപ്പ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകാം. 8 കുടുംബങ്ങൾക്കാണ് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടത്. 7 വീടുകൾ ഹൈബി ഈഡൻ MP നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകും. ഭാഗികമായി തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ സർക്കാർ സഹായം നൽകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സെന്റ് മേരീസ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് സതീശൻ ആദ്യമെത്തിയത്. തുടർന്ന് കടൽക്ഷോഭത്തിൽ തകർന്ന വീടുകൾ സന്ദർശിച്ചു. ന്യൂസ് 18 കൊച്ചി. റേഷൻ വാങ്ങാൻ കവറുമായി റേഷൻ കടയിലെത്തിയ മന്ത്രിയെ കാണാം. മറ്റാരുമല്ല, ഭക്ഷ്യമന്ത്രിയായ GR അനിലാണ് തിരക്കിനിടയിലും റേഷൻ വാങ്ങാൻ കടയിലെത്തിയത്. റേഷൻ കടയിലെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയണം, ഒപ്പം റേഷനും വാങ്ങണം. പിന്നെ ഒന്നും നോക്കിയില്ല. ഭക്ഷ്യമന്ത്രി നേരെ വീടിന് സമീപത്തുള്ള റേഷൻ കടയിലേക്ക് ഇറങ്ങി. തിരുവനന്തപുരം നിറമൺകര റേഷൻ കടയിലെത്തിയാണ് ഭക്ഷ്യമന്ത്രി റേഷൻ വാങ്ങിയത്. ഒപ്പം ഇലക്ട്രിക് റേഷൻ കാർഡിന്റെ പ്രവർത്തനവും നേരിട്ട് കണ്ടു മനസ്സിലാക്കി. റേഷൻ കട നടത്തിപ്പുകാരുടെ പ്രശ്നങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് മന്ത്രി തിരികെ പോയത്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണ് എന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.